ഹലോ ഗായ്സ്, ഇന്നതാ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല മധുരമുള്ളൊരു വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കഴിക്കാനും. അപ്പോൾ മതിയാവോളം കഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ചക്കപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ശർക്കര ഉരുക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചക്ക പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് തേങ്ങയായിട്ട് ആവശ്യമുള്ളത് അതും എടുത്തു വെച്ചു. അപ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ഗോതമ്പ് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളിത് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര അതിലേക്ക് ആവശ്യമായിട്ട് നമ്മളിത് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ജീരകവും ഏലക്കായും വറുത്ത് പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ അതും കൂടെ ചേർക്കുന്നത്. അപ്പോൾ അതെല്ലാം ചേർത്തതിന് ശേഷം ഒരു വാഴേൻ്റെ ഇല വാട്ടിയിട്ട് നമ്മളിത് ഓരോ തവി വീതം അതിലേക്കിട്ട് 4 ഭാഗവും മടക്കി നല്ല സേഫായിട്ട് നമ്മളിത് ഇനി ഓരോന്നോരോന്ന് ചെയ്യുക. പിന്നെ അതെല്ലാം കൂടെ ആവിയിൽ വേവിക്കാനാട്ടോ വെക്കുന്നത്. അപ്പോൾ 20 മിനിറ്റ് വെന്തതിന് ശേഷം നല്ല പൂ പോലത്തെ ചക്കപ്പം റെഡി ആയിട്ടുണ്ടാവും. നല്ല ചക്കേൻ്റെയും ജീരകത്തിൻ്റെയും ഏലക്കായൻ്റെയും എല്ലാം മണം നമ്മുടെ മൂക്കിലെത്തിട്ടോ. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ തണുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയതാട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ചക്കപ്പാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.